ഹായ് എവ്രിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ വസന്ത് ടെക്സ്റ്റ് ബുക്കിൽ ഒമ്പതാമത്തെ ലെസണിലെ 2ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് ആദ്യം കാണണം. ചിടിയ കി ബച്ചി എന്നാണ് ഈ ലെസൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ലേഖകൻ്റെ പേര് ജയനേന്ദ്ര കുമാർ എന്നാണ്. ചിടിയ കി ബച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിക്കുട്ടി, ഒരു പക്ഷിക്കുട്ടിയുടെ കഥയാണ് ഈ ചിടിയ കി ബച്ചി എന്ന ലെസണിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കാണാത്തവർ ആ വീഡിയോ കാണണം. അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. മാധവ് दास को वह चिड़िया बड़ी मनमानी लगी. മാധവ് ദാസ് എന്ന ഈ ആൾക്ക് वो चिड़िया ആ പക്ഷി ബടി മൻമാനി ലഗി. ബടി എന്ന് പറഞ്ഞാൽ ഒരുപാട്, മൻമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന, അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പക്ഷിയായിട്ട് തോന്നി. മാധവ് ദാസ് കോ വഹ ചിടിയ, ആ പക്ഷി ബടി മൻമാനി ലഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പക്ഷിയായിട്ട് തോന്നി. സ്വന്തം കാര്യം സ്റ്റബാണ്. ഉസ്കി സ്വച്ഛന്ദത ബടി പ്യാരി ജാൻ പടുത്തി थी. സ്വച്ഛന്ദത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ആ ഫ്രീഡം, ഇത് സ്വന്തം ഇഷ്ടത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, അതായത് കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്ന ആ കാര്യത്തിനാണ് പറയുന്നത് സ്വച്ഛന്ദത. ഉസ്കി എന്ന് പറഞ്ഞാൽ ഈ പക്ഷിയുടെ സ്വച്ഛന്ദത എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ആ രീതി ബടി പ്യാരി ജാൻ പടുത്തി थी, വളരെ നന്നായിട്ട് തോന്നി. കുച്ച് ദേർ തക് വഹ ഉസ് ചിടിയ കാ ഇസ് ഡാൽ സെ ഉസ് ഡാൽ തിരഗ്ന ദേഖ്തേ രഹെ. കുച്ച് ദേർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. വഹ എന്ന് പറയുന്നത് ഇവിടെ മാധവ് ദാസ് ഉസ് ചിടിയ കാ, ആ പക്ഷീൻ്റെ, ഈസ് ഡാൽ സെ ഉസ് ഡാൽ, ഈ കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലോട്ട്, തിരഗ്ന എന്ന് പറഞ്ഞാൽ ചാടുക, മെല്ലെ ചാടുക. തിരഗ്ന ദേഖ്തേ രഹെ, അങ്ങനെ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലോട്ട് ഇങ്ങനെ മെല്ലെ ചാടുന്നത്, ആ പക്ഷി ചാടുന്നത് നോക്കി നിന്നുപോയി. ഇസ് സമയ വഹ അപ്ന ബഹുത് കുച്ച് ഭൂൽ ഗയെ. ഈ സമയം വഹ എന്ന് പറയുന്നത് ഇവിടെ മാധവ് ദാസ്, അപ്ന ബഹുത് കുച്ച് ഭൂൽ ഗയെ, സ്വന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അയാൾ മറന്നുപോയി. ഇങ്ങനെ പക്ഷിയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അത്ര രസമായിരുന്നു ഈ പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഒരുപാട് വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ അലട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം പ്രശ്നങ്ങളെല്ലാം മറന്നുപോയി. ഈ സമയം അപ്പന ബഹുത് കുച്ച്, ഇവിടെ വിഷമങ്ങളൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും മറന്നുപോയി എന്ന് പറയുന്നു. ഉനോനെ ഉസ് ചിടിയാസെ കഹ. ഉനോനെ എന്ന് പറയുമ്പോൾ മാധവ് ദാസ് ഉസ് ചിടിയാസെ, ആ പക്ഷിയോട് പറഞ്ഞു. കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ചിടിയാസെ കഹ ആവോ, വരൂ, തും ബടി അച്ചി ആയി, നീ വന്നത് വളരെ നന്നായി. തും ബടി അച്ചി ആയി. യഹ് ബഗീച്ച തും ലോഗോ കെ ബിനാ സൂനാ ലഗ്താ ഹൈ. യഹ് ബഗീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ, ഈ പൂന്തോട്ടം, തും ലോഗോ കെ ബിന, നിങ്ങളില്ലെങ്കിൽ, ബിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ, നിങ്ങളില്ലെങ്കിൽ സൂനാ ലഗ്താ ഹൈ. സൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമായിട്ട് തോന്നും, ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലോട്ട് ചാടുകയും ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ പൂന്തോട്ടം ഒന്ന് ഉണരും. നിങ്ങളില്ലെങ്കിൽ യേ ബഗീച്ച തും ലോഗോ കെ ബിനാ സൂനാ ലഗ്താ ഹൈ. സുനോ ചിടിയ, സുനോ എന്ന് പറഞ്ഞാൽ കേക്കൂ പക്ഷി, തും ഖുഷി സെ യേ സമझो कि ये बगीचा
मैंने तुम्हारे लिए बनवाया है. അപ്പോൾ ആ പക്ഷിയോട് പറയണം, തും ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ, നീ സന്തോഷത്തോടെ ഇങ്ങനെ വിചാരിച്ചോ, സംജോ, ഇത് വിചാരിച്ചോ, സംജോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ, കി ബഗീച്ച, ഈ പൂന്തോട്ടം, മേനെ, ഞാൻ, തുമാരേലിയെ, നിനക്ക് വേണ്ടി ഉണ്ടാക്കിച്ചതാണ്. ബൻവായ ഹെ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നീ കരുതിക്കോ. ഓക്കെ. തും ബേ ഖട്കെ യഹാ ആയാ കറോ. നീ ബേ ഖട്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതും കൂടാതെ, ഒരു പ്രശ്നമില്ല ഇവിടെ വരുന്നതിന്. നീ എപ്പോഴൊക്കെ നിനക്ക് തോന്നുന്നോ അപ്പോഴെല്ലാം നീ ഇങ്ങോട്ട് വന്നോളൂ. തും ബേ ഖട്കെ യഹാ ആയാ കറോ. യഹാ എന്ന് പറഞ്ഞാൽ ഇവിടെ, ആയാ കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നോളൂ. നീ നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ, ആരോടും ചോദിക്കേണ്ട ഒരു കാര്യമില്ല, നീ നിനക്ക് തോന്നുമ്പോഴൊക്കെ നിനക്ക് ഇവിടെ വരാം. ഇത് ഈ പൂന്തോട്ടം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നീ വിചാരിച്ചോ. ചിടിയ പെഹലേത്തോ അസാവധാൻ രഹി. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, പെഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം പെഹലെ, അസാവധാൻ രഹി. അസാവധാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല ഇതിനെക്കുറിച്ചൊന്നും. മാധവദാസ് പറയുന്നത് എന്തൊക്കെയാണെന്നൊന്നും ശ്രദ്ധിച്ചില്ല. അസാവധാൻ രഹി. അസാവധാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതിരുന്നു, ശ്രദ്ധിച്ചില്ല. ഫിർ അത് കഴിഞ്ഞപ്പോൾ ജാൻകർ കി ബാത്ത് ഉസ്സെ കി ജാ രഹി ഹെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായി, ഈ പക്ഷിക്ക് മനസ്സിലായി, ഈ മാധവദാസ് അതിനോടാണ്, ആ പക്ഷിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. ഏകായേക് തു ഘബറായി. ഏകായേക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. വഹ് എന്ന് പറയുന്ന ഇവിടെ പക്ഷിയാണ്. പക്ഷി പെട്ടെന്ന് ഘബറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു, പരിഭ്രമിച്ചു. ഏകായേക് പെട്ടെന്ന് പരിഭ്രമിച്ചു. ഫിർ സംകോച്ച് കോ ജീത് കർ ബോലി. സംകോച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പരിഭ്രമം, ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ സങ്കോചം, ആ വിഷമം അല്ലെങ്കിൽ ആ പരിഭ്രമത്തെ ജീത് കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്തുകൊണ്ട്, അതിനെ കവർ ചെയ്തുകൊണ്ട്, ബോലി അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, ആ ഒരു പേടി പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ബോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു, മുझे मालूम नहीं था कि ये बगीचा आपका है. മുझे എന്ന് പറഞ്ഞാൽ എനിക്ക്, മാലൂം നഹീ था എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. കി യെ ബഗീച്ച ആപ്കാ ഹെ. എനിക്കറിയില്ലായിരുന്നു ഈ പൂന്തോട്ടം നിങ്ങളുടെയാണെന്ന്. യെ ബഗീച്ച ആപ്കാ ഹെ. ഈ പൂന്തോട്ടം നിങ്ങളുടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മേ അഭി ചലി ജാത്തി ഹൂँ. ഞാൻ ഇപ്പോൾ തന്നെ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ, അഭി ഇപ്പോൾ, ചലി ജാത്തി ഹൂँ ഞാനിപ്പോൾ തന്നെ പൊക്കോളാം. ഞാനിവിടെ നിന്ന് തന്നെ ഇപ്പം തന്നെ പോവാം. പൽ ഭർ സാസ് ലേനെ മേ യഹാ ടിക് ഗയി थी. പൽ ഭർ എന്ന് പറഞ്ഞാൽ കുറച്ച് നിമിഷത്തിന്, സാസ് ലേനെ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാനായിട്ട്. ശ്വാസം എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക എന്നാണ് അതിനർത്ഥം. കുറച്ച് നേരം എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. ടിക് ഗയി എന്ന് പറഞ്ഞാൽ ഇരുന്നത് അല്ലെങ്കിൽ നിന്നത് എന്നാണ് അതിനർത്ഥം. പൽ ഭർ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇരുന്നെന്നുള്ളൂ. ഞാനിപ്പോൾ പോവാം, എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ പൂന്തോട്ടമാണെന്ന്. അപ്പോൾ മാധവദാസ് പറഞ്ഞു, ഹാ ബഗീച്ച തോ മേരാ ഹെ. ശരിയാണ്, ഈ പൂന്തോട്ടം എൻ്റെ തന്നെയാണ്. മേരാ ഹെ, എൻ്റെയാണ്. യെ സംഗ്മർമർ കി കോഠി ബി മേരി ഹെ. സംഗ്മർമർ എന്ന് പറഞ്ഞാൽ ആ വെള്ള മാർബിളുകൾ അതുകൊണ്ടുണ്ടാക്കിയ ഈ കോട്ടി എന്ന് പറഞ്ഞാൽ വീട്, ഈ വീടും എൻ്റെ തന്നെയാണ്. ലേക്കിൻ ഈ സബ്കോ തും അപ്നാ ഭി സമജ് സക്തേ ഹോ. പക്ഷേ ഈ സബ്കോ ഇതെല്ലാം തും അപ്നാ ഭി സമജ് സക്തേ ഹോ. നീ നിൻ്റെ നിൻ്റെയാണെന്ന് നീ മനസ്സിലാക്കിക്കോ, നീ അങ്ങനെ വിചാരിച്ചോ. തും അപ്നാ ഭി സമജ് സക്തി ഹോ. നീ നിൻ്റെ കൂടെയാണെന്ന് നിനക്ക് വിചാരിക്കാം. സബ് കുച്ച് തുമാരേ ഹെ. ഇതെല്ലാം നിനക്കുള്ളതാണ്, നിൻ്റെയാണ്. തും കേസി ഭോലി ഹോ. ഭോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്ക. നീ കേസി എത്ര നിഷ്കളങ്കയാണ്. കേസി പ്യാരി ഹോ, എത്ര സുന്ദരിയാണ്. ജാവോ നെഹി എന്ന് പറഞ്ഞാൽ പോവരുത്, നീ പോവരുത് ഇവിടെ നിന്ന്. ബൈഠോ, ഇരിക്കൂ. മേരാ മൻ തുംസെ ബഹുത് ഖുഷ് ഹോത്താ ഹെ. നിന്നെ കണ്ടിട്ട്
മേരാ മൻ എൻ്റെ മനസ്സ് തുംസെ ബഹുത് ഖുഷ് ഹോത്താ ഹെ. നീ ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് ഞാൻ വളരെ സന്തോഷവാനാണ്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകരുത്. ഈ വീടും ഈ പൂന്തോട്ടം എല്ലാം നിൻ്റെയാണ്. നീ വളരെ നിഷ്കളങ്കയാണ്. നീ വളരെ സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. നീ ഇവിടുന്ന് പോകരുത്. ചിടിയ ബഹുത് കുച്ച് സകുച്ച് ഗയി. സകുച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരിങ്ങി അല്ലെങ്കിൽ ഒന്ന് പരിഭ്രമിച്ചു. चिड़िया बहुत कुछ सब कुछ की. उसे बहुत हुआ कि ये उससे गलती तो नहीं हुई कि वह यहाँ बैठ गई है. അപ്പോൾ ചിടിയയ്ക്ക് ഉസ്സെ ബോധ് ഹുവ തോന്നി, പക്ഷിക്ക് തോന്നി, യേ ഉസ്സെ ഗൽത്തി തോ നെഹി ഹുയി കി വോ യഹാം ബാഠ് ഗയി. ഞാനിവിടെ ഇരുന്നത് എനിക്ക് പറ്റിയ തെറ്റായില്ലല്ലോ, ഏതോ തെറ്റായിരുന്നോ എന്നൊരു സംശയം തോന്നി ആ ചിടിയയ്ക്ക്. ഞാനിവിടെ ഇരുന്നത് തെറ്റായി പോയോ എന്ന് തോന്നി. ഉസ്സെ ഗൽത്തി തോ നെഹി ഹുയി കി വോ യഹാ ബാഠ് ഗയി. ഇവിടെ ഇരുന്നത് തെറ്റായോ എന്നൊരു സംശയം പക്ഷിക്ക് തോന്നി. ഉസ്കാ തിരക്കണ റുക്യ. തിരക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടൽ. അതിൻ്റെ ചാടലെല്ലാം നിന്നു. ഉസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയുടെ, തിരക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ചാടുക ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലോട്ടി. അതെല്ലാം റുക്യ എന്ന് പറഞ്ഞാൽ നിന്നു. ഭയഭീത് സി വോ ബോലി. ഭയഭീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി പോലെ, പേടി കൊണ്ട് വോ ബോലി എന്നിട്ട് പറഞ്ഞു, പേടിച്ച് പറഞ്ഞു, യേ മേ യഹാ ബാഠ് ഗയി ഥി. ഞാൻ ഇവിടെ തക്കർ ബാഠ് ഗയി ഥി. മേ തക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചിട്ട്, ഞാൻ ക്ഷീണിച്ചിട്ട് ഇവിടെ ഇരുന്നതാണ്. മേ തക്കർ യഹാ ബാഠ് ഗയി ഥി. മേ അഭി ചലി ജാവുങ്കി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പൊക്കോളാം. ചലി ജാവുങ്കി, അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ചലി ജാവുങ്കി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പൊക്കോളാം. ബഗീച്ച ആപ്കാ ഹെ. ഈ പൂന്തോട്ടം നിങ്ങളുടെയാണ്. ആപ്കാ ഹെ നിങ്ങളുടെയാണ്. മുझे മാഫ് കരോ. എന്നോട് ക്ഷമിക്കൂ. മുझे മാഫ് കരോ, എന്നോട് ക്ഷമിക്കൂ. മാധവ്ദാസിനെ കഹ. അപ്പോൾ അത് കേട്ടപ്പോൾ മാധവ്ദാസ് പറഞ്ഞു, മേരി ഭോലി ചിടിയ. ഭോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കയായ പക്ഷി. തുമേ ദേക്കർ മേരാ ചിത്ത് പ്രഫുല്ലിത് ഹുവാ ഹെ. തുമേ ദേക്കർ നിന്നെ കണ്ടപ്പോൾ മേരാ ചിത്ത് എൻ്റെ മനസ്സ് പ്രഫുല്ലിത് ഹുവാ ഹെ. പ്രഫുല്ലിത് എന്ന് പറഞ്ഞാൽ പ്രസന്നമായി, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. മേര മെഹൽ ബി സുനാ ഹെ. എൻ്റെ മെഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊട്ടാരം പോലെ കെട്ടിയിരിക്കുന്ന വീട്, ആ വീടും സുനാ ഹെ, ആരുമില്ല അവിടെ. വഹാ കോയി ഭി ചഹാത്ത നെഹി ഹെ. ആരും അവിടെ സംസാരിക്കുന്നില്ല, ആരും സൗണ്ട് ഉണ്ടാക്കുന്നില്ല. വഹാ അവിടെ, കോയി ഭി ആരും, ചഹാത്ത നെഹി ആരും അവിടെ സൗണ്ട് ഉണ്ടാക്കുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. തുമേ ദേക്കർ മേരി രാഗിനിയോ കാ ജി ബഹലേഗ. തുമേ ദേക്കർ നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്താവും, ജി ബഹലേഗ. ബഹലേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നും. തും കേസി പ്യാരി ഹോ. നീ എത്ര ഭംഗി, എനിക്കെന്ത് നല്ല ഭംഗിയാണ്. തും ഹി യഹി തും ക്യോ നാ രഹോ. യഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ. തും നീ, ക്യോ നാ രഹേ നീ ഇവിടെ തന്നെ എന്തുകൊണ്ട് എനിക്ക് താമസിച്ചുകൂടാ? നീ ഇത്ര ഭംഗിയുള്ളതാണ്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വളരെ സന്തോഷം തോന്നുന്നു. ഇവിടെ ആരും ഇല്ല, സംസാരിക്കാനാണെങ്കിൽ ആരുമില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആരുമില്ല എൻ്റെ വീട്ടിൽ. അപ്പോൾ നീ എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ എന്താ കുഴപ്പം? നീ ഇവിടെ തന്നെ താമസിച്ചുകൂടെ എനിക്ക്? ചിടിയ ബോലി. അപ്പോൾ ചിടിയ പറഞ്ഞു, ആ പക്ഷി പറഞ്ഞു, മേ മാ കെ പാസ് ജാ രഹി ഹൂം. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോവാണ്.
മാ കെ പാസ് അമ്മയുടെ അടുത്ത് ജാ രഹി ഹൂം പോവുകയാണ്. सूरज की धूप खाने और हवा से खेलने और फूलों से बात करने में ज़रा घर से उड़ आई थी. എന്തിനാണ് വന്നത്? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. സൂരജ് കി ധൂപ് ഖാനെ, സൂര്യൻ്റെ ധൂപ് എന്ന് പറഞ്ഞാൽ പ്രകാശം, സൂര്യൻ്റെ പ്രകാശം, ഖാനെ എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഇവിടെ തിന്നുക എന്നല്ല അർത്ഥം. അതായത് സൂര്യൻ്റെ പ്രകാശം കൊള്ളാനായിട്ടും വെയിൽ കൊള്ളാനായിട്ടും ഹവാസെ ഖേലിനെ, ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, കാറ്റിനൊപ്പം കളിക്കാനും ഫൂലോസെ ബാത് കർണെ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂക്കൾ, പൂക്കളോട് സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് മേജറ ഘർസെ ഉഡ് ആയിത്തി, ഞാൻ കുറച്ച് നേരത്തിന് ഘർസെ ഉഡ് ആയിത്തി, എൻ്റെ വീട്ടിൽ നിന്ന് പറന്ന് വന്നതാണ്. ഇത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അബ് സാജ് ഹോ ഗയി ഹെ, സാജ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ഇപ്പോൾ ഈവനിങ് ആയി, വൈകുന്നേരമായി. ഓർ മാ കെ പാസ് ജാ രഹി ഹൂം, അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അബി അബി മേ ചലി ജാ രഹി ഹൂം, ഞാനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ആപ് സോച്ച് ന കരേ, നിങ്ങൾ വേറൊന്നും വിചാരിക്കല്ലേ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. വെയിൽ കൊള്ളാനും അതുപോലെ തന്നെ കാറ്റിനൊപ്പം കളിക്കാനും അതേപോലെ പൂക്കളോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറന്നു വന്നായിരുന്നു കുറച്ച് നേരത്തിന്. ഇപ്പോൾ വൈകുന്നേരമായി, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ തന്നെ പോവുകയാണ്, നിങ്ങൾ വേറൊന്നും വിചാരിക്കല്ലേ. മാധവ്ദാസിനെ കഹ, പ്യാരി ചിടിയ പക്ഷി പഗലി മത് ബനോ, നീ പൊട്ടിയാവല്ലേ. അതായത് പഗലി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ പറയുന്നതാണ്. പഗലി മത് ബനോ, ഈ പൊട്ടത്തരം കാണിക്കല്ലേ, പൊട്ടിയാവല്ലേ. ദേഖോ തുമാരെ ചാരോ തരഫ് കേസി ബഹാർ ഹെ, നീ ഒന്ന് നോക്ക്, നിൻ്റെ ചുറ്റും എത്ര സുന്ദരമായ കാഴ്ചകളാണെന്ന് നോക്കൂ. ദേഖോ വോ പാനി ഖേൽ രഹാ ഹെ, ദേഖോ നോക്കൂ, ആ പാനി എന്ന് പറഞ്ഞാൽ വെള്ളം കളിക്കുന്നത് കാണുന്നുണ്ടോ. ഉദർ ഗുലാബ് ഹസ് രഹാ ഹെ, ഗുലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസപ്പൂ ചിരിക്കുന്നത് കാണുന്നുണ്ടോ. വിടർന്ന് നിൽക്കുകയാണ്, അപ്പോൾ വിടർന്ന് നിൽക്കുന്ന റോസപ്പൂ ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ലേ. അവിടെ നോക്കൂ, അവിടെ റോസപ്പൂ ചിരിക്കുന്നു. ഭീതർ മെഹൽ മേ ചലോ, ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മെഹൽ എന്ന് പറഞ്ഞാൽ വീട്, ആ കൊട്ടാരം പോലുള്ള വീട്, അതിൻ്റെ ഉള്ളിൽ വാ, അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ജാനേ ക്യാ നാ പാവോഗി, അപ്പം നീ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നിനക്ക് കാണാം. ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ട്. മേര ദിൽ വിരാൻ ഹെ വഹാ കബ് ഹസി സുന്നേ കോ മിൽത്തി ഹെ, എൻ്റെ മനസ്സ് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. വഹാ ഹസി സുന്നേക്കോ വഹാ കബ്സ് ഹസി സുന്നേക്കോ മിൽത്തി ഹെ, എപ്പോഴാണ് എന്താണ് ഹസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരി എപ്പോഴാണ് കേൾക്കാൻ പറ്റുക. മേരെ പാസ് ബഹുത് സ സോന മോത്തി ഹെ, എൻ്റെ അടുത്ത് ബഹുത് സ എന്ന് പറഞ്ഞാൽ ഒരുപാട്, സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണം, മോത്തി എന്ന് പറഞ്ഞാൽ മുത്തുകൾ, സ്വർണ്ണമുണ്ട്, മുത്തുകളുണ്ട്. സോനേക്ക ഏക് ബഹുത് സുന്ദർ ഘർ മേ തുമേ ബനാ ദൂംഗ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കൊണ്ട് ഒരു ബഹുത് സുന്ദർ സാ ഘർ, വളരെ ഭംഗിയുള്ള ഒരു വീട് ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാം. നിനക്കൊരു നല്ലൊരു കേജ് ഉണ്ടാക്കിത്തരാം, കൂടുണ്ടാക്കിത്തരാം. സുന്ദർ ഘർ മേ തുമേ ബനാ ദൂംഗ, മോത്തിയോ കി ഝാലർ ഉസ്മേ ലട്കേക്ക്, മോത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുകളുടെ മാല അതിൽ ഞാൻ കെട്ടിത്തൂക്കാം. വളരെ സൗന്ദര്യമുള്ള, വളരെ ഭംഗിയുള്ള എനിക്കൊരു വീടുണ്ടാക്കാം, അതും സ്വർണം കൊണ്ട് ഉള്ള വീടുണ്ടാക്കാം. തും മുझे ഖുഷ് രഖ്ന, നിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സന്തോഷവാനാക്കി ഇരുത്തുക, എന്നോട് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. നിന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്.
അപ്പോൾ ഞാൻ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുകയാണ്. ആ, ആരുമില്ല വീട്ടിൽ. അതുപോലെ തന്നെ ചിരിയൊന്നും കളിയും ചിരിയൊന്നുമില്ല. നീ എന്നെ സന്തോഷം, നിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തും മുझे ഖുഷ് രഖ്ന, സന്തോഷവാനാക്കി വെക്കുക. അത്രയും നിനക്ക് ചെയ്യേണ്ടുള്ളൂ. ബാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നിനക്ക് തരാം. ഓർ തുമേ ക്യാ ചാഹിയേ, നിനക്ക് എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? മാക്കെ പാസ് ബത്താവോ ക്യാ ഹെ, നീ അമ്മയുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞില്ലേ, അപ്പം മാക്കെ പാസ് ക്യാ ഹെ, നിൻ്റെ അമ്മയുടെ അടുത്ത് എന്താണ് ഉള്ളത്? ബത്താവോ, മാക്കെ പാസ് ബത്താവോ ക്യാ ഹെ, നിൻ്റെ അമ്മയുടെ അടുത്ത് എന്താ ഉള്ളത്? തും യഹി ഹി സുഖ് സെ രഹോ, നീ ഇവിടെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചോ. സുഖ് സേ, സുഖ് എന്ന് പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളോടെയും, രഹോ എന്ന് പറഞ്ഞാൽ ജീവിച്ചോ. മേരി ഭോലി ചുടിയ, ഭോലി ഗുഡിയ, ഗുഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാവക്കുട്ടി, അങ്ങനെ കുട്ടി. അപ്പം നീ ഇവിടെ തന്നെ ഇരുന്നോ, നിഷ്കളങ്കയായ ഗുഡിയ. അപ്പോൾ ചിടിയ ഇൻ ബാത്തോ സെ ബഹുത് ഡർ ഗയി. അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ചിടിയയ്ക്ക്, ഈ പക്ഷിക്ക് പിന്നെയും പേടിയായി. വോ ബോലി, അത് പറഞ്ഞു, മേ ഭട്കർ തനിക് ആറാം കെ ലിയേ ഇസ് ഡാലി പർ റുക് ഗയി തി. മേ ഭട്കർ, ഭട്കർ എന്ന് അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി, അലഞ്ഞു തിരിഞ്ഞ്, തനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച്, ആറാം കെ ലിയേ, ആറാം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനായിട്ട്, വിശ്രമിക്കാനായിട്ട്, ഈസ് ഡാലി പർ റുക് ഗയി തി. ഈ ഡാലി എന്ന് പറഞ്ഞാൽ ഈ ശാഖയിൽ, ഈ മരക്കൊമ്പിൽ ഞാനൊന്ന് ഇരുന്ന് പോയതാണ്. अब भूल कर भी ऐसा गलती नहीं होगी. ഇനി മറന്നിട്ട് പോലും, അറിയാതെ പോലും ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. ഭൂൽ കർ ബി ऐसी गलती नहीं होगी. ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. മറവി കൊണ്ടുപോലും ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. മേ അഭി യഹാ സെ ഉടി ജാ രഹി ഹൂँ, ഞാനിപ്പോൾ ഇവിടുന്ന് പറന്നു പോവുകയാണ്. തുമാരി ബാത്തേ മേരി സമജ് മേ നഹി ആത്തി ഹെ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുമാരി ബാത്തേ, നിങ്ങളുടെ സംസാരം, നിങ്ങൾ പറയുന്നത്, മേരി സമജ് മേ നഹി ആത്തി ഹെ, എനിക്ക് മനസ്സിലാവുന്നില്ല. മേരി മാ കെ ഘോസലെ ബാഹർ ബഹുതേരി സുനഹരി ധൂപ് बिखरी रहती है. മേരി മാ കെ ഘോസലേക്ക് ബാഹർ, എൻ്റെ അമ്മയുടെ കൂട്, ഘോസല എന്ന് പറയുന്നത് കൂട്, ആ കൂട്ടിൻ്റെ പുറത്ത്, ഘോസലേക്ക് ബാഹർ, കൂടിന് വെളിയിൽ, ബഹുത് ഒരുപാട്, സുനഹരി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല, ധൂപ്, സുനഹരി ധൂപ് ബിഖരി രേത്തി ഹെ. ധൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ, നല്ല ഇളവെയിൽ, മഞ്ഞ വെയിൽ എൻ്റെ അമ്മയുടെ കൂട്ടിന് വെളിയിൽ എനിക്ക് കിട്ടും. മുझे और क्या करना है, എനിക്ക് അതിൽ കൂടുതൽ എന്താ വേണ്ടത്? और क्या करना है, എന്ത് ചെയ്യാനാണ്? ദോ ദാനെ മാ ലാ ദേത്തി ഹെ. ദോ ദാനെ എന്ന് പറഞ്ഞാൽ 2 ധാന്യമണികൾ എനിക്ക് വേണ്ടുള്ളൂ. അത് എൻ്റെ അമ്മ ലാ ദേത്തി ഹെ, എനിക്ക് എൻ്റെ അമ്മ കൊണ്ടുവന്ന് തരും. ദോ ദാനെ മാ ലാ ദേത്തി ഹെ, അമ്മ കൊണ്ടുവന്ന് തരും. और जब मैं घर में पर खोलने बाहर जाती हूँ. पर എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറക്, കൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിക്കാൻ, ചിറക് വിരിക്കാൻ. അപ്പോൾ പക്ഷിക്ക് ചിറക് വിരിക്കുന്ന എപ്പോഴാണ്? പറക്കുമ്പോൾ. അപ്പോൾ പറക്കാനായിട്ട് മേ പർ ഖോൽനെ ബാഹർ ജാത്തി ഹൂँ, ചിറക് ഒന്ന് വിരിക്കാനായിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ, ബാഹർ ജാത്തി ഹൂँ, ബാഹർ ജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോവുക. പുറത്ത് പോകുമ്പോൾ तो माँ मेरी बाट देखती रहती है. ബാട്ട് എന്ന് പറഞ്ഞാൽ വഴി. ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് നോക്കിയിരിക്കും എൻ്റെ അമ്മ. മാ മേരി ബാട്ട് ദേഖ്തി രഹത്തി ഹെ, ബാട്ട് എന്ന് പറഞ്ഞാൽ വഴി, ദേഖ്തി രഹത്തി ഹെ നോക്കിയിരിക്കും. മുझे തും ഓർ കുച്ച് മത് സംജോ, വേറെ ഒന്നും വിചാരിക്കല്ലേ, നിങ്ങൾ എന്നെ വേറെ ഒന്നും വിചാരിക്കല്ലേ. മേ അപ്നി മാക്കി ഹൂँ, ഞാൻ എൻ്റെ അമ്മയുടെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ മാധവ്ദാസും നമ്മുടെ ഈ പക്ഷിയും തമ്മിലുള്ള ഒരു, മാധവ്ദാസ് പല പ്രലോഭനങ്ങളും
ഈ പക്ഷിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷി മാധവദാസിൻ്റെ കൂടെ അവിടെ ആ ഗാർഡനിൽ, ആ വീട്ടിൽ കഴിയണം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും വഴങ്ങുന്നില്ല പക്ഷി. പക്ഷിയുടെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മയുടെ അടുത്ത് എല്ലാം കിട്ടുന്നുണ്ട്. അവിടെ സൂര്യൻ്റെ പ്രകാശമുണ്ട്. അതുപോലെ തന്നെ പക്ഷിക്ക് 2 ധാന്യമണികളെ വേണ്ടുള്ളൂ, അത് അമ്മ കൊണ്ടുവന്ന് തരുന്നുമുണ്ട്. അപ്പോൾ പുറത്ത് പോയി കഴിയുമ്പോൾ അമ്മ ഈ പക്ഷി വരുന്നത് നോക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ ഈ മാധവദാസും പക്ഷിയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.